ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ ഈ ഇടവക തന്നെയാണ്, പഴയ ഇടവപ്പൻ്റെ അടുത്താണ് എൻ്റെ വീട്. ഞാൻ ഒരുപാട് ജ്ഞാനങ്ങൾ കൂടിയിട്ടുള്ള ആളാണ്. ഇവിടെ ഈ ശുശ്രൂഷകനായിട്ട് മുമ്പ് സഹായിക്കാനൊക്കെ ഒരുപാട് വന്നിരുന്നതാണ്. എനിക്ക് ഇപ്പം ഈയിടെ കുറച്ച് ആളായിട്ട് വിഷമിപ്പിക്കുന്ന കാര്യം, പ്രായത്തിൽ കവിഞ്ഞൊരു ക്ഷീണം എനിക്ക് അനുഭവപ്പെടുക. ഒരു ജലദോഷം വന്നു, ചുമ വന്നു, പിന്നെ അതങ്ങനെ വിട്ടുപോകുന്നില്ല. കുറെ മരുന്നൊക്കെ കഴിച്ചു, ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു, ഹോമിയോ കഴിച്ചു, എങ്കിലും പൂർണ്ണമായിട്ട് വിട്ടുപോകുന്നില്ല. അപ്പം ഞാൻ ബ്രദറിൻ്റെ ടോക്ക് ഈ ഒക്ടോബർ 1 മുതലുള്ള റെഗുലറായിട്ടുള്ള ടോക്ക് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നിരന്തരം. എനിക്ക് എപ്പോഴും അത് കുറച്ചൊരു അഡീഷൻ പോലെയാണ്. എപ്പോഴും വചനം കേൾക്കുന്നത് ഒരു പണ്ടാര പറഞ്ഞ പോലെ അത് കൂടുതലേറൊക്കെ ദോഷമായിട്ടായിരിക്കണേ, ഇല്ലാതെ എനിക്ക് പറ്റാത്ത മാതിരി അഡീഷനായിപ്പോയി. വചനാണ് കേൾക്കുന്ന ഭൂരിഭാഗവും. പക്ഷെ അങ്ങനെയുള്ള അവസ്ഥയിൽ കിടപ്പം ഞാൻ തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഈ ജ്ഞാനത്തിൽ പങ്കെടുക്കുന്ന നോട്ടീസ് ഞങ്ങളുടെ പള്ളിയിൽ കണ്ടിരുന്നു. അവർ പാടി ചെറിയ കിടക്കുന്നത് ഞാനെടുത്ത് വായിച്ചു നോക്കി. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു നോക്കി, കർത്താവേ ഞാനിതിന് പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ എനിക്കൊരു വചനം നൽകണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പം എനിക്ക് ഏഷ്യ 40:29 വചനം കിട്ടിയത്. തളർന്നവനെ അവിടുന്ന് ബലം നൽകുന്നു, ദുർബലനെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. അപ്പം എൻ്റെ അവസ്ഥ ഏറ്റവും പരമപ്രധാനമായിട്ട് എനിക്ക് ആവശ്യമായിരിക്കുന്ന അവസ്ഥ അതാണ്. ഈ ക്ഷീണത്തൊന്നും മനസ്സിൻ്റെ അന്യകാര്യങ്ങളോട് ക്ഷീണമുണ്ട്, മടുപ്പുണ്ട്, ഭൗതിക കാര്യങ്ങളും ജോലി കാര്യങ്ങളോ വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, എല്ലാം കൂടി ഒരു മടുപ്പും മരവിപ്പിലായിരുന്നു ഞാൻ. എനിക്ക് അതിന് മോചനം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ധ്യാനത്തിൻ്റെ അനുഭവത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞാൻ കൂടിയിട്ട് അനേകം കൊല്ലങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട്. പക്ഷെ എനിക്ക് ക്ലാസ്സിൽ മുമ്പ് ബ്രദർ പറഞ്ഞ പോലെ തന്നെ വലിയ തത്വജ്ഞാനങ്ങളോ ആത്മീയ അറിവുകളൊക്കെ കൂടുതൽ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളിലും മോചനം പ്രാപിക്കുക, നമ്മുടെ ആവശ്യങ്ങൾ എങ്ങനെ നിറവേറി കിട്ടണം, നമ്മൾ എന്ത് പ്രവർത്തിക്കണം, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ക്ലാസ്. അതുപോലെ നമ്മൾ വെറുപ്പും വിദ്വേഷത്തോട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യം, ഇതൊക്കെ വളരെ സിമ്പിളായിട്ടും വ്യക്തമായിട്ടും ആർക്കും മനസ്സിലാവുന്ന തരത്തിലാണ് ബ്രദർ പങ്കുവച്ചത്. അതുപോലെ ഓരോ ക്ലാസ്സുകളും അങ്ങനെയായിരുന്നു. എല്ലാ ക്ലാസ്സുകളും നല്ല അനുഭവങ്ങളായിരുന്നു. എല്ലാവരും ദൈവത്തിനും നന്ദി. ബ്രദറിനെയും ടീമിനെയും ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവള് നേഴ്സിംഗിന് പോവാണ്. ഇവളെ കൊണ്ട് വാക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കുന്നത് ഇവിടെ കാണുമ്പോൾ സന്തോഷമല്ലേ? ഒത്തിരി നോക്കുമ്പോ എന്താ വേണ്ടാത്തേ? ധ്യാനം ഞാൻ 3-ാമത്തെ വട്ടാണ് പോകുന്നത്. എല്ലാ പ്രാവശ്യത്തെ പോലെ ഉണ്ടായിരിക്കുള്ളൂ, വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പണ്ട് ഒക്കെ പോലെയല്ല, എല്ലാം പുതിയതായിരുന്നു. പിന്നെ ധ്യാനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഉറപ്പൊന്നും അങ്ങനെ ശരിയില്ല, കുറെ കൂർക്കമലൊക്കെ എനിക്ക് കിട്ടിയത്. പിന്നെ അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. സുധിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷീല, ഞാൻ തിരുവിതാംകൂർ എവിടെയെന്ന് വരുന്നു. ഇവിടെ നേരത്തെയൊക്കെ ഇവിടെ ധ്യാനത്തിനും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഈ ധ്യാന ശരിക്കും വരാനിരുന്നല്ല, പെട്ടെന്ന് എൻ്റെ സഹോദരി പറഞ്ഞു, അപ്പം അങ്ങനെ പെട്ടെന്ന് വന്നാണ്. എനിക്ക് ധ്യാനത്തിന് വന്നപ്പോൾ ഒരു പ്രത്യേക അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ, ഈ കുഞ്ഞുനാളിലൊക്കെ കാലിൽ മുള്ളു കൊള്ളുമ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ ഒരു പെങ്ങള് ഇങ്ങനെ കാലിൻ്റെ മുള്ള് സിമ്പിളായിട്ട് നമ്മളറിയാതെ തന്നെ മുള്ളെടുത്ത് മാറ്റുന്ന ഒരു കഴിവുണ്ടായിരുന്നു. അപ്പം ഞങ്ങളോട് പറയും, കാല് മടിയിലേക്ക് കയറ്റി വെച്ച് പച്ച ഇലയിലേക്ക് നോക്കിക്കോ. അപ്പം അങ്ങനെ പറഞ്ഞ് നമ്മളെ സ്നേഹത്തോട് പറഞ്ഞ് ആ മുള്ള ഇങ്ങനെ കുത്തിയെടുക്കുന്നത് നമ്മളറിയില്ല. അങ്ങനെ ഒരു അനുഭവമായിരുന്നു ഈ ധ്യാനത്തിന്. പ്രത്യേകിച്ച് ജോസ് ബ്രദറിൻ്റെ ഓരോ ക്ലാസ്സുകളും സിമ്പിളായിട്ട് നമ്മുടെ കാലിലെ ആ മുള്ളെടുക്കുന്ന പോലെ നമ്മുടെ മനസ്സിനെയും ആത്മാവിലും ചിന്തയിലും
ക്ലാസ്സുകളും